ലക്ഷദ്വീപിൽ 2 ദിവസമായി ബിത്ര ദ്വീപിൽ നിന്ന് ആളുകളെ കുടിയൊഴിപ്പിക്കുകയാണ്. കുടിയൊഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സ്ഥലം മാറ്റുകയാണ്. വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പ്രതിരോധ പ്രദേശമാക്കി മാറ്റാൻ ബിത്ര ദ്വീപിന് കഴിയും, മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ത്യൻ പ്രതിരോധ സേനയും DRDAയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനങ്ങളും ആഭ്യന്തര വകുപ്പും എല്ലാം ബിത്ര ദ്വീപിലേക്ക്, അതായത് ലക്ഷദ്വീപിൻ്റെ ബിത്ര ദ്വീപിലേക്ക് പോവുകയും പഠനങ്ങൾ നടത്തുകയും അതിനാവശ്യമായ നിരീക്ഷണങ്ങളും ഗവേഷണവും പഠനമെല്ലാം വന്നതിന് ശേഷം ബിത്ര ദ്വീപ് ഇപ്പോൾ ഇതാ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയാണ്. അത് പ്രതിരോധ കേന്ദ്രമാക്കി, ഒരു വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു പ്രതിരോധ കേന്ദ്രമാക്കി മാറ്റിയെടുക്കുകയാണ്. തീർച്ചയായിട്ടും അത് അവിടെ നിൽക്കുന്ന ആളുകളെ കുറച്ച് പേരെ കുടിയൊഴിപ്പിക്കേണ്ടി വരും, തീർച്ചയായും കുടിയൊഴിപ്പിക്കേണ്ടി വരും. പക്ഷേ നമുക്കിപ്പോൾ അത് മറ്റൊരു മാർഗ്ഗമില്ല. തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെ തുമ്പയിലുള്ള VSSC വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പള്ളിക്കാരായിരുന്നു ധാരാളം താമസിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ VSSCയുടെ ചെയർമാനും ആളുകളും ഒക്കെ വന്ന് ആദ്യം പള്ളിക്കാരെയാണ് കാണുന്നത്. പക്ഷേ അവിടുത്തെ ക്രിസ്ത്യാനികളടക്കമുള്ള പള്ളിക്കാരടക്കമുള്ള എല്ലാവരും ഒന്നിച്ച് നിന്ന് രാജ്യത്തിൻ്റെ ഒരു വലിയ ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് വരുമ്പോൾ അതിന് തടസ്സം നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ട് VSSCക്ക് സ്ഥലം കൊടുത്തു. അതിൻ്റെതായ മെച്ചം അവിടെ ഉണ്ടായി. അവിടെ കുറച്ച് ആളുകൾക്ക് സാധാരണ ജോലികളിൽ കൊടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. എങ്കിലും അവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് കുറേ തൊഴിലെല്ലാം കിട്ടി. ആ പ്രദേശം വികസിച്ചു. അങ്ങനെ പള്ളിക്കാർ കൂടി സഹായിച്ച്, പള്ളിയിലച്ഛനും അവിടുത്തെ ഇടവക വികാരിയും ഒക്കെ കൂടി സഹായിച്ചിട്ടാണ് അവിടെ അത് വന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ആവശ്യമുണ്ട്. പക്ഷേ ചില പ്രതിഷേധമൊക്കെ ബിത്ര ദ്വീപിൽ നിന്ന് വരുന്നുണ്ട്. എന്തായാലും ബിത്ര ദ്വീപ് ചരിത്രത്തിലേക്ക് പോവുകയാണ്. വളരെ ഗൗരവമായ രീതിയിലേക്കുള്ള പ്രതിരോധ കേന്ദ്രമാക്കി അതിനെ മാറ്റുകയാണ്. അപ്പോൾ ദക്ഷിണേന്ത്യൻ നാവികസേനയൊക്കെ ഉണ്ടെങ്കിലും തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ കുറവാണ്. എന്തായാലും അതിനൊരു അപവാദം എന്നുള്ള നിലയിൽ, അല്ലെ അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് തെക്കൻ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ, തെക്കേ ഇന്ത്യ എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാഗമായിട്ടൊക്കെയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ ഭാഗമായിട്ടുള്ള ബിത്ര ദ്വീപിലേക്ക് തീർച്ചയായിട്ടും ഒരു പ്രതിരോധ സംവിധാനം വരുന്നു. അത് രാജ്യത്തിനെ വീണ്ടും നമ്മളിപ്പോൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന തുടങ്ങിയ രാജ്യങ്ങളും അതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങളും ഒക്കെ പല രൂപത്തിൽ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്നത്. മാത്രമല്ല മതന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിംസൊക്കെയാണ് കൂടുതൽ ലക്ഷദ്വീപിലൊക്കെ ഉള്ളത്. അപ്പോൾ അവരുടെയൊക്കെ ഇടയിൽ പോയി ഒളിച്ചൊക്കെ താമസിക്കാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ വളരെ വലുതാണ്. അതിനെല്ലാം ഒരു ഇടവേള കൊടുത്തുകൊണ്ട് വളരെ തന്ത്രപ്രധാനമായ ഒരു തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. ബിത്ര ദ്വീപിലേക്ക്, ലക്ഷദ്വീപിൻ്റെ ഭാഗമായിട്ടുള്ള ബിത്ര ദ്വീപിലേക്ക് പ്രതിരോധ സംവിധാനങ്ങൾ പോകുന്നു. അതൊരു പ്രതിരോധ കേന്ദ്രമാക്കി മാറ്റാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി അവിടുത്തെ ജനങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് വലിയ തോതിൽ ഒരു വലിയ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെയും രാജ്യത്തെയും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ കേന്ദ്രമായി ബിത്ര ദ്വീപ് ബിത്ര ദ്വീപ് മാറുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. പ്രതിഷേധമുണ്ട് ഒരു വശത്ത്. പക്ഷേ എങ്കിൽ പോലും തീർച്ചയായും ബിത്ര ദ്വീപിൻ്റെ പ്രതിരോധ കേന്ദ്രമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്.